പവർ ദരിദ്രരെ ബന്ധിക്കുന്നു. ചങ്ങായിമാരെ, നമ്മളിന്ന് എത്തിയിട്ടുള്ളത് വാണിയംകുളം ചന്തയിലാണ്. വാണിയംകുളം ചന്തയിലെ പെരുന്നാൾ ചന്തയാണ്. ഇഷ്ടം പോലെ കന്നുകാലികൾ ഇന്ന് ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. മീറ്റ് പർപ്പസിന് പോകുന്ന കന്നുകളാണെങ്കിലും വളർത്ത് കുട്ടികളാണെങ്കിലൊക്കെ ധാരാളം ഈ ആഴ്ച ചന്തയിലേക്ക് എത്തിയിട്ടുണ്ട്. ഒരുപാട് പോത്തുകൾ, നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകൾ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളൊക്കെ ഉണ്ടായിരുന്നു. നാടൻ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ നാട്ടിൻ പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടുള്ള കാളകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ അതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. ഈ ഭാഗത്തൊക്കെ ഒരുപാട് വലിയ പോത്തുകളെ കെട്ടിയിട്ടുണ്ട്. ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ് ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 80,000 രൂപ മുതൽ 1,00,000 രൂപ, 1,10,000 രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളാണ് ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ളത്. ഏകദേശം ഒരു 150 കിലോ മുതൽ 200-250 കിലോ വരെയൊക്കെ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള വലിയ പോത്തുകളെയാണ് ഇവിടെ ഈ ഭാഗത്ത് കെട്ടിയിട്ടുള്ളത്. ഇതേപോലെയുള്ള പോത്തുകൾ ഇതെല്ലാം അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള പോത്തുകളാണ്. നാടൻ പോത്തുകളെ, നാട്ടിൻപുറത്ത് വളർത്തി വലുതാക്കി കൊണ്ടുവന്നിട്ടുള്ള നാടൻ പോത്തുകളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടുള്ള സെപ്പറേറ്റ് ആയിട്ടുള്ളൊരു വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് ചെയ്തിട്ടുണ്ട്. ഈ ആഴ്ചയിലെ വാണിയംകുളം ചന്ത നമ്മൾ 4 പാർട്ടായിട്ടാണ് ചെയ്തിട്ടുള്ളത്. 3 പാർട്ട് സംപ്രേഷണം ചെയ്തു. ഇത് അവസാനത്തെ പാർട്ടാണ്. ഇതിൽ വലിയ പോത്തുകളും വളർത്ത് കാളക്കുട്ടികളും വളർത്ത് പശുക്കുട്ടികളൊക്കെയാണ്. വളർത്തുകുട്ടികളും വലിയ പോത്തുകളും മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ധാരാളം വലിയ പോത്തുകൾ, ഈ പരുവത്തിലുള്ള പോത്തുകൾ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. ഇതേപോലെ ഇടത്തരം വലുപ്പത്തിലുള്ള പോത്തുകൾക്കും കാളകൾക്കും ഒക്കെയാണ് ഇപ്പോൾ ചന്തയിൽ മാർക്കറ്റ്. ഈ പെരുന്നാളിന് ഇടത്തരം വലുപ്പത്തിലുള്ള കന്നുകാലികൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. വലിയ വലിയ പോത്തുകൾക്കും വലിയ കാളകൾക്കും ഒന്നും കൂടുതൽ ആവശ്യക്കാരില്ല. അതുകൊണ്ട് തന്നെ കൂടുതൽ വില പറയുന്നുണ്ടെങ്കിലും അത് കാര്യമായിട്ടാണ് വിറ്റ് പോകുന്നില്ല. ഇതുപോലെയുള്ള ഇടത്തരം വലുപ്പത്തിലുള്ള കന്നുകാലികളാണ് കൂടുതലായിട്ട് ചന്തയിൽ വിറ്റ് പോകുന്നത്. ഏകദേശം ഒരു 70 രൂപ 80 രൂപ ബഡ്ജറ്റുള്ളത്, അല്ലെങ്കിൽ 70-80 ഒക്കെ ചോട ബഡ്ജറ്റുള്ള കന്നുകാലികൾക്കാണ് ആവശ്യക്കാർ കൂടുതലുള്ളത്. ആ റേഞ്ചിലുള്ള കന്നുകൾ നല്ല രീതിയിൽ വിറ്റ് പോകുന്നുണ്ട്. കേരളത്തിലെ ഏറ്റവും വലിയൊരു ചന്തയാണ് വാണിയംകുളം ചന്ത. അത് കേരളത്തിൽ പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്തിനടുത്താണ് സ്ഥിതി ചെയ്യുന്നത്. എല്ലാ ആഴ്ചയിലും വ്യാഴാഴ്ച ദിവസമാണ് ഇവിടെ ചന്ത പ്രവർത്തിച്ചു വരുന്നത്. ഈ ചന്തയിൽ നിന്ന് കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിലെ ചന്തകളിലേക്കും കന്നുകാലികളെ കൊണ്ടുപോയിട്ട് അവിടെ ചെറുകിട കച്ചവടക്കാരൊക്കെ അവിടെ കൊണ്ടുപോയി കച്ചവടം ചെയ്യാറുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ ധാരാളം പോത്തുകളെ നിരത്തി കെട്ടിയിട്ടുണ്ട്. രാവിലെ നേരത്തെ വന്നിട്ടുള്ള കന്നുകാലികളാണ്. ഇനിയും ലോഡുകൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. അവിടെ ആ ഭാഗത്തൊക്കെ ലോറികളിൽ നിന്നും കന്നുകാലികളെ ഇറക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട്. ഇഷ്ടം പോലെ കന്നുകൾ ഈ ആഴ്ച ചന്തയിലുണ്ട്. പെരുന്നാൾ ചന്തയാണ്. ഇനി പെരുന്നാളിൻ്റെ മുൻപ് വാണിയംകുളത്തെ ഒരു ചന്ത കൂടി കിട്ടും. പെരുന്നാൾ വരുന്നത് ശനിയാഴ്ചയാണ്. ഒരു വ്യാഴാഴ്ച കൂടി അതിന് മുൻപ് കിട്ടും. പക്ഷേ മാക്സിമം ആളുകളും ഈ ആഴ്ച തന്നെ കന്നുകാലികളൊക്കെ മേടിച്ച് നിർത്തും. ഇവിടെ ഈ ഭാഗത്ത് വലിയൊരു പോത്തിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഒരു 2 ആഴ്ച മുൻപ് ചന്തയിൽ കൊണ്ടുവന്നിട്ട് വിൽക്കാൻ കഴിയാതെ റിട്ടേൺ കൊണ്ടുപോയിട്ട് ഉള്ള പോത്താണെന്ന് തോന്നുന്നുണ്ട്. 2 ആഴ്ച മുൻപ് ഈ പോത്ത് ചന്തയിലുണ്ടായിരുന്നു. അപ്പോൾ വീണ്ടും അതിനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ വരെയൊക്കെ 2 ആഴ്ച മുൻപ് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ആഴ്ച എത്രയാണ് ചോദിക്കുന്നത് എന്നറിയില്ല. അതിനെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അതിൻ്റെ ആളിവിടെ അടുത്ത് കാണുന്നില്ല. ഇതേപോലെയുള്ള വലിയ പോത്തുകൾക്ക് ആവശ്യക്കാർ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇതൊന്നും അന്ന് വിറ്റ് പോയിട്ടില്ല എന്ന് തോന്നുന്നുണ്ട്. ഏകദേശം ഒരു 400-450 കിലോ വരെയൊക്കെ മീറ്റ് പ്രതീക്ഷിക്കാവുന്ന രീതിയിലുള്ള വലിയ പോത്താണ്. നമ്മുടെ കാഴ്ചപ്പാട് പറയുകയാണ് 400-450 ഒക്കെ എന്തായാലും മീറ്റ് കിട്ടാൻ ചാൻസ് ഉണ്ട്. അത്രയും വലിപ്പത്തിലുള്ള പോത്താണ്. വീഡിയോയിൽ എത്രത്തോളം മതിപ്പ് തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. വീഡിയോയിൽ എത്രത്തോളം വലിപ്പം തോന്നിക്കുന്നുണ്ടെന്ന് അറിയില്ല. അതേപോലെ തന്നെ ഇവിടെ ഒരു പോത്തിനെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതും അത്യാവശ്യം വലിപ്പത്തിലുള്ളൊരു പോത്ത് തന്നെയാണ്. ഈ കാണുന്നതും ഏകദേശം ഒരു 400ൻ്റെ മുകളിൽ മീറ്റ് കിട്ടുന്ന രീതിയിലുള്ള പോത്തുകളാണ്. ഇതേപോലെ വലിപ്പമുള്ള നല്ല വലിയ പോത്തുകൾ ഏകദേശം ഒരു 3-3.5 ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള വലിയ പോത്തുകൾ ഒരു 3-4 ഇന്ന് ചന്തയിലുണ്ട്. അതേപോലെ ഒരു ഇടത്തരം വലിപ്പത്തിനുള്ളത് 2 ലക്ഷം 2.5 ലക്ഷം രൂപ വരെയൊക്കെ വില ചോദിക്കുന്ന രീതിയിലുള്ള പോത്തുകളും ധാരാളമായിട്ട് വന്നിട്ടുണ്ട്. 1 ലക്ഷത്തിന് താഴെ വില വരുന്ന പോത്തുകൾക്കും കാളകൾക്കുമാണ് കൂടുതൽ ഡിമാൻഡ്, കൂടുതൽ ആവശ്യക്കാർ മേടിക്കുന്നതും അതേപോലെയുള്ള ആ പരുവത്തിനുള്ള കന്നുകളാണ്. ഇതൊക്കെ ഏകദേശം 1.5 ലക്ഷത്തിൻ്റെയും 2.5 ലക്ഷത്തിൻ്റെയൊക്കെ ഇടയിലാണ് ആളുകൾ വിൽപ്പനക്കാർ വില പറയുന്നത്. ചോദിക്കുന്നതൊക്കെ 1.5ൻ്റെ താഴെ 1.5 ആ റേഞ്ചൊക്കെയാണ് ഓരോരുത്തരും ചോദിക്കുന്നത്. അതുകൊണ്ടാണ് കച്ചവടം കഴിയാതെ ഇങ്ങനെ നിൽക്കുന്നത്.
ഇപ്പോൾ രാവിലെ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുള്ളൂ. കുറച്ച് കഴിയുമ്പോൾ ഒരു 10-11 മണിയൊക്കെ ആകുമ്പോൾ വില കുറയാനൊക്കെ ചാൻസ് ഉണ്ട്. ഇനി ഈ ആഴ്ച കൂടി വിറ്റില്ല എന്നുണ്ടെങ്കിൽ ഇനി അടുത്ത കൊല്ലം വരെയൊക്കെ നിർത്തേണ്ടി വരും. ഇതേപോലെ ഇറച്ചിക്കന്നുകളൊക്കെ വിറ്റ് പോകും. വീടുകളിലൊക്കെ വളർത്തുന്ന ആളുകളൊക്കെ ഒരു കൊല്ലം കൂടി പിന്നെ നോക്കേണ്ടി വരും. പെരുന്നാൾ ടൈമിലാണ് കൂടുതൽ വില കിട്ടുക. ഇനി ഇപ്പോൾ പെരുന്നാളിന് കൊടുക്കുന്ന അതേപോലെ വില കിട്ടണം എന്നുണ്ടെങ്കിൽ അടുത്ത കൊല്ലം പെരുന്നാളിന് കൊടുത്താലാണ് വില കിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ വിറ്റ ആളുകളൊക്കെ കന്നുകാലികളെ ഇപ്പോൾ തന്നെ മേടിക്കാന്നുള്ള ലെവലിൽ ധാരാളം വളർത്തുകുട്ടികളെ മേടിക്കാനും ആളുകൾ എത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ഭാഗത്തൊക്കെ വളർത്ത് കാളക്കുട്ടികളെ കിട്ടിയിട്ടുള്ള ഒരു ഏരിയയാണ്. ഈ കൂട്ടത്തിൽ പല ബ്രീഡ്പ്പെട്ടുള്ള കുട്ടികളുണ്ട്. കാങ്കേയത്തിൻ്റെ അടുത്തുപെട്ടതുണ്ട്, ഹോങ്കോളിൻ്റെ അടുത്തുപെട്ടതുണ്ട്, ഗീറിൻ്റെ അടുത്തുപെട്ടതുണ്ട്. അങ്ങനെ പല ബ്രീഡ്പ്പെട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള വളർത്തുകുട്ടികളെ ഈ ഭാഗത്തൊക്കെ നിരത്തി കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കെട്ടിയിട്ടുള്ള വളർത്തുകുട്ടികൾക്കൊക്കെ ഏകദേശം 15,000 രൂപ മുതൽ 26,000, 28,000 രൂപ വരേക്കാണ് വില ചോദിക്കുന്നത്. ഇപ്പോൾ ചന്തയിൽ നല്ല രീതിയിൽ വിലയുള്ളൊരു സമയമാണ്. ഇനി ഒരു 2 മാസമൊക്കെ കഴിഞ്ഞാലാണ് വില കുറയാൻ ചാൻസ് ഉള്ളൂ. ഒരുവിധം ആളുകളൊക്കെ കന്നുകാലികളൊക്കെ വിറ്റ് തൊഴുത്ത് കാലിയാക്കിയിട്ടുണ്ടാവും. അപ്പോൾ തൊഴുത്ത് കാലിയാക്കിയിടാൻ മടിച്ചിട്ട് ഇപ്പോൾ തന്നെ കന്നുകാലികളെയൊക്കെ വളർത്തുകുട്ടികളൊക്കെ മേടിച്ച് നിർത്താറുണ്ട്. അപ്പോൾ ഈ സമയത്ത് മേടിച്ചാൽ വില കൂടുതലായിരിക്കും, എന്നാലും ആളുകൾ മേടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. ഇവിടെ ഈ കൂട്ടത്തിലും കുറച്ച് വളർത്തുകുട്ടികളെ കെട്ടിയിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ കൂടുതലും കാങ്കേയത്തിൻ്റെ അടുത്തുപെട്ടുള്ള വളർത്തുകുട്ടികളാണ് കാണുന്നത്. ഒരെണ്ണം ഗിയറിൻ്റെ ക്രോസ് ഉണ്ട്, അതേപോലെ ഓങ്കോളിൻ്റെ ക്രോസ് ബ്രീഡൊക്കെ ഈ കൂട്ടത്തിൽ കാണുന്നുണ്ട്. കൂടുതലും കാങ്കേയത്തിൻ്റെ ബ്രീഡപ്പെട്ടുള്ള വളർത്തുകുട്ടികളാണ്. ഈ കൂട്ടത്തിൽ കാണുന്ന വളർത്തുകുട്ടികൾക്കും ഏകദേശം 16,000 രൂപ മുതൽ 25,000, 26,000 രൂപ വരേക്കാണ് വില ചോദിക്കുന്നത്. ഇതിലും ചെറുതും വലുതൊക്കെ മിക്സഡായിട്ട് കെട്ടിയിട്ടുണ്ട്. ഓരോരോ കന്നുകൾക്കും ഓരോന്നിൻ്റെ വലുപ്പത്തിനും ക്വാളിറ്റിക്കും അനുസരിച്ചിട്ട് വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. ഏകദേശം ഒരു 16 രൂപ മുതൽ 26, 28 ആ റേഞ്ചൊക്കെ വില ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു കുട്ടനെ കെട്ടിയിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 17, 18 ആ റേഞ്ചൊക്കെ ചോദിക്കും. ചന്തയിൽ ഓരോരോ കന്നുകാലികൾക്ക് ഓരോരോ വിലകളാണ്. ഫിക്സഡ് ആയിട്ടൊരു പ്രൈസ് ഇല്ല. അവരൊരു വില പറയും, നമ്മൾ വിലക്ക് ബാർഗെയിൻ ചെയ്തെടുക്കണം. നമ്മുടെ മതിപ്പ് വിലക്ക് നമ്മൾ ബാർഗെയിൻ ചെയ്തെടുക്കണം. അതാണ് ചന്തയിലെ രീതി. ധാരാളം വളർത്തുകുട്ടികൾ ഈ ആഴ്ച ചന്തയിൽ എത്തിയിട്ടുണ്ട്. അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികൾ ധാരാളം എത്തിയിട്ടുണ്ട്. വിലയുടെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ചെറിയൊരു ബുദ്ധിമുട്ട്. ബാക്കിയൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള കുട്ടികളൊക്കെ ധാരാളമായിട്ട് എത്തിയിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള കുട്ടികൾ, അത്യാവശ്യം വലുപ്പത്തിനുള്ള 2 കുട്ടി അവിടെ മാറ്റി കെട്ടിയിട്ടുണ്ട്. അത് ഓങ്കോളിൻ്റെ അടുത്തുപെട്ടതും ഒരെണ്ണം കാങ്കേയത്തിൻ്റെ അടുത്തുപെട്ടതൊക്കെ ആയിട്ടുള്ള 2 കുട്ടികളാണ് ഇത് അവിടെ കാണുന്നത്. ഇത് അത്യാവശ്യം വലുപ്പത്തിനുണ്ട്, അത്യാവശ്യം ഉയരമൊക്കെ ഉണ്ട്. ഏകദേശം 24, 26 ആ റേഞ്ചൊക്കെ ചന്തയിൽ ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങൾ ഉണ്ടാവും. എത്രത്തോളം വില മാറ്റം ഉണ്ടാവും എന്നുള്ളത് ബാർഗെയിൻ ചെയ്താൽ തന്നെ അറിയുള്ളൂ. വരിയായിട്ട് വളർത്തുകുട്ടികളെയൊക്കെ കോർത്തിണക്കി കെട്ടുന്നതേ ഉള്ളൂ. നമ്മൾ രാവിലെ നേരത്തെ വന്നതുകൊണ്ടാണ് ഇവിടെ ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇങ്ങനെ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നത് കാണുന്നത്. കുറച്ചുകൂടി കഴിഞ്ഞാൽ വരിയായിട്ട് കോർത്തിണക്കി കെട്ടാറുണ്ട് അവർ. ഇവിടെ ഈ ഭാഗത്ത് ഒരു കുട്ടിയെ മാറ്റി കെട്ടിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ കണ്ട കുട്ടികളുടെ കൂട്ടത്തിലുള്ളൊരു കുട്ടി തന്നെയാണ് ഇതായി കാണുന്നതും. അത്യാവശ്യം നല്ല ഉയരത്തിനുള്ള ഒരു കുട്ടിയാണ്. നല്ല ഇടനീളവും കാൽപ്പൊക്കമൊക്കെ ഉണ്ട്. നല്ല വളരുന്ന ഒരു അടിപൊളി കുട്ടിയാണ്. ഈ കാണുന്ന കുട്ടിക്ക് ചന്തയിൽ ചോദിച്ച വില 32,500 രൂപയാണ്. അത്യാവശ്യം വലുപ്പത്തിനുള്ളൊരു കുട്ടിയാണ്. 32,500 ചന്തയിൽ വില ചോദിക്കുന്നുണ്ട്. ആ വിലക്ക് കന്നെത്തണം എന്നുണ്ടെങ്കിൽ ഒരു 5-6 മാസം കൂടി നോക്കേണ്ടി വരും. അവർ ചോദിക്കുന്ന വിലയാണ്. ബാർഗെയിൻ ചെയ്താൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. 32,500 ചോദിച്ച വില. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള നന്നായിട്ട് വളരുന്ന രീതിയിലുള്ളൊരു കുട്ടി തന്നെയാണ്. ഇപ്പോൾ വളർത്തുകുട്ടികൾക്ക് ആവശ്യക്കാർ കൂടി വരുന്നൊരു സമയമാണ്. അതുകൊണ്ടാണ് ചന്തയിൽ ഇപ്പോൾ നല്ല രീതിയിൽ വില ചോദിക്കുന്നത്. അവർക്ക് വില കൂടുതലാണ് കിട്ടുന്നത്, അതുകൊണ്ടാണ് ഇത്രയും വില വരുന്നത് എന്നാണ് അവർ പറയുന്നത്. വില കുറച്ച് കന്നുകാലികളെ കിട്ടുന്നില്ല, നമുക്ക് കിട്ടിയ വിലക്കല്ലേ കൊടുക്കാൻ കഴിയുള്ളൂ എന്നാണ് കച്ചവടക്കാർ പറയുന്നത്. നമ്മൾ നേരത്തെ കണ്ട ആ കുട്ടിയുടെ അതേ ക്വാളിറ്റിയുള്ളൊരു കുട്ടി തന്നെയാണ് ഇതായി കാണുന്ന കറുപ്പ് കുട്ടി. അത്യാവശ്യം ഉയരത്തിനുള്ള വലുപ്പത്തിനുള്ളൊരു കുട്ടി തന്നെയാണ്. ചുവന്ന കുട്ടിയാണെങ്കിലും മോശമല്ല, ക്വാളിറ്റി ഉണ്ട്, അത്ര വലുപ്പമല്ല എന്നേ ഉള്ളൂ. ഈ കാണുന്ന കുട്ടികൾ, ആ ചുവന്ന കുട്ടിക്ക് 32,000 രൂപയും ആ കറുപ്പ് കുട്ടിക്ക് 34,000 രൂപയുമാണ് ചന്തയിൽ ചോദിക്കുന്ന വില. ക്വാളിറ്റിയുള്ള കുട്ടികൾക്ക് നല്ല രീതിയിൽ വില ചോദിക്കുന്നുണ്ട്. ബാർഗെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വിലയിൽ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. എത്രത്തോളം മാറ്റം ഉണ്ടാകും എന്നുള്ളത് ബാർഗെയിൻ ചെയ്താൽ തന്നെ അറിയുള്ളൂ. നമുക്ക് എത്രത്തോളം കുറയുമെന്ന് അറിയാൻ വേണ്ടിയിട്ട് ബാർഗെയിൻ ചെയ്ത് ചോദിക്കാൻ കഴിയില്ല. ചന്തയിലെ വളർത്തുകുട്ടികളെയും വലിയ പോത്തുകളെയും മാത്രമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. മറ്റ് കന്നുകാലികളുടെ വീഡിയോ നമ്മൾ 2 ദിവസം മുൻപ് സംപ്രേഷണം ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്.
ഈ ആഴ്ചത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് തരാൻ മടിക്കണ്ട. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ രേഖപ്പെടുത്തുക. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. ഫേസ്ബുക്കിലാണ് വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഫോളോ കൂടി ചെയ്യുക.